പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വന്ദനം. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് വന്നു. എല്ലാ മാസത്തിനും ഒരു ഒടുവിലത്തെ സമയമുണ്ട്, എല്ലാ ആഴ്ചക്കും ഒരു ഒടുവിലത്തെ സമയമുണ്ട്, എല്ലാ ദിവസങ്ങൾക്കുമുണ്ട്, എല്ലാ മിനിറ്റുകൾക്കുമുണ്ട്. ഏതായാലും ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ശേഷിക്കുന്ന ഈ വർഷത്തിലെ ദിവസങ്ങൾ കർത്താവിൽ നമുക്ക് ബലപ്പെടാനും പ്രാർത്ഥിക്കാനും കൂടുതൽ കാരണമാകണം. അതായത് നമ്മെ ശോധന ചെയ്യേണ്ടത് ഡിസംബർ 31 അല്ല, തീരുമാനമെടുക്കേണ്ടത് ഡിസംബർ 31 അല്ല. അങ്ങനെ എടുക്കുന്ന തീരുമാനമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതൊന്നും പാലിക്കാൻ കഴിയില്ല. നമ്മൾ ഇപ്പോഴേ ഇരിക്കണം. ഒരു ദിവസമെങ്കിലും മാറിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒരു അടുത്ത വർഷം ഞാൻ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതശൈലി എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. നമ്മെ തന്നെ പുതുക്കണം. റോമർ 12 പറയുന്ന പോലെ മനസ്സ് പുതുക്കണം. നാം നമ്മെ തന്നെ പുതുതാക്കണം. നാം നമ്മെ തന്നെ ബലപ്പെടുത്തണം. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണമെന്നാണ്. അതായത് 2024 ഒരു അനുഗ്രഹത്തിന്റെ വർഷമെന്ന് ഞാൻ ആശംസിക്കുമ്പോൾ തന്നെ വലിയ പ്രതികൂലങ്ങളും വലിയ പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതകളുള്ള, ഏറ്റവും അനർത്ഥങ്ങൾ കൊണ്ട്, ഭൂമി ഇന്ന് വരെ കാണാത്ത അപകടങ്ങൾ കൊണ്ട് നിറഞ്ഞ വർഷം കൂടിയാണ്. എന്നാൽ അതിനിടയിൽ 91 സങ്കീർത്തനം പോലെ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴെയും കർത്താവ് നമ്മെ പരിപാലിക്കും. ഒരു പാതയും നമ്മുടെ കൂടാരത്തോട് അടുക്കില്ല. അടുത്ത വർഷം എന്തുമാകട്ടെ, അതിന്റെ പിന്നത്തെ വർഷം എന്തുമാകട്ടെ, രാജ്യത്തോട് എതിർക്കുകയോ ക്ഷാമമോ ഭൂകമ്പമോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം നാം കർത്താവിന്റെ കൂടെയാണ്. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴെയും പാർത്ത് നാം ഭദ്രമായിരിക്കും. ഒന്നും നമ്മെ തൊടുകയില്ല. കർത്താവ് നമ്മെ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. തൻ്റെ നന്മകൾ കൊണ്ട് നമ്മെ പോഷിപ്പിക്കും. നാം കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. എഫേസ്യ ലേഖനം 1 നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ആ ഭാഗത്ത് ചിന്തിച്ചു. ദൈവം നമുക്ക് അനുഗ്രഹം തന്നു കഴിഞ്ഞു, നമ്മെ സ്വർഗത്തിൽ ഇരുത്തി കഴിഞ്ഞു എന്നിങ്ങനെ ഒത്തിരി ദൈവം ചെയ്ത കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. കഴിയുന്നതും എഫേസ്യ ലേഖനം, അതുപോലെയുള്ള ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഇതെല്ലാം ദൈവമക്കൾ സമയം കിട്ടുമ്പോൾ ചെറിയ അധ്യായങ്ങളല്ലേ, വായിക്കുക, വിശ്വസിക്കുക, കൈവച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയാകും. അതായത് എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഉണ്ടാകും എന്നല്ല, ഉണ്ട്. വീണ്ടെടുപ്പുണ്ട്. അവനിൽ, യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. വീണ്ടും എടുക്കും. ഇത് താഴോട്ട് പോയതാണെങ്കിൽ താഴെ നിന്ന് വീണ്ടും എടുക്കും. ഇത് താഴോട്ട് പോയാൽ ഈ കളിമണ്ണ് തകർന്നു പോകും. ഇതുപോലെ മനുഷ്യനൊരു കളിമണ്ണാണ്. പറുദീസയിൽ നിന്ന് പോയി, ദൈവസന്നിധിയിൽ നിന്ന് പോയി, തകർന്നു പോയി. തകർന്നതിനെ എങ്ങനെ പണിയും? തകർന്നതിനെ പണിയുവാൻ ഒരുവൻ ക്രൂശിൽ തകർക്കപ്പെട്ടു. അവന്റെ തകർച്ച നമ്മുടെ പണിയായി മാറി. കാൽവരി ക്രൂശ് ഒരു വലിയ പണിപ്പുരയാണ്. ആ പണിപ്പുരയിലേക്ക് വന്നാൽ ഏതും വ്യക്തിയും പണിതെടുക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമമെന്ന മോചനം, അതിക്രമ മോചനത്തിന്റെ വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ മോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ആശ്രയിക്കാം. ഇന്ന് നമുക്ക് യേശുവിനെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിനെ, നമ്മെ പണിതെടുത്ത കർത്താവിനെ പാടി സ്തുതിക്കാം. താൻ വാഴുകയാ, ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം.
താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. Because he lives, because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. യേശു ജീവിക്കുന്നതോ ഞാൻ എന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലായി. ഭയമില്ലെനിക്കിനി ആകുലമില്ലിനി എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്.
ശക്തിയാ ഞാൻ എന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാൻ എന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാൻ എന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാൻ എന്നും ജീവിക്കും. യേശു ജീവിക്കുന്നതോ ഞാൻ എന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലായി. ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. നമ്മൾ ഈ ആഴ്ചയിൽ സ്ഥിരമായിട്ട് വായിച്ചത് യെശയ്യാ പ്രവചന പുസ്തകം 9-ാം അധ്യായമാണ്. 6-7 വാക്യങ്ങളിലാണ് നമ്മൾ ഈ ആഴ്ച മുഴുവനും നിന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നു. അത് ദൈവത്തിൻ്റെ ഒരു വാക്കുപാലനമാണ്. മനുഷ്യൻ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ദൈവം പിശാചിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഞാൻ വരും. അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആ വാക്ക് ദൈവം പാലിച്ചു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യേശു എന്ന പേരിൽ ഈ ഭൂമിയിലേക്ക് വന്നു. എത്ര വലിയൊരു അത്ഭുതമാണ്! ദൈവം മനുഷ്യനായി വന്നു. പിശാച് ദൈവത്തോടാണ് വെല്ലുവിളി നടത്തിയത്. ദൈവത്തിൻ്റെ കൺമണികളായ ആദാമിനെ ഹൗവയെയുമാണ് പിശാച് തട്ടിത്തെറിപ്പിച്ചത്. മാത്രമല്ല, ദൈവത്തിന് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പോയപ്പോഴല്ല. മനുഷ്യന് വലിയ വേദന ഉണ്ടോ എന്ന് അറിയില്ല, കാരണം ബോധം ഉണ്ടായിട്ട് വേണ്ടേ. എങ്ങനെ ജീവിക്കുക, എങ്ങനെ എന്ത് തിന്നും, എന്ത് ഉടുക്കും, ഈ കാര്യം തന്നെ രാപകൽ ചിന്തിക്കുന്നവന് ദൈവത്തെക്കുറിച്ച് എന്തൊരു വേദന? ഒരു വേദനയില്ല. എന്നാൽ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്കറിയാം, ദൈവമാണ് എന്നെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ദൈവം എന്നെ 1000 മടങ്ങ് അല്ല, 10,000 മടങ്ങ് അല്ല, അതിലുപരി സ്നേഹിക്കുന്നു. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവ സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കാനും വാത്സല്യം കാണിക്കാനും ആണ് നമ്മെ ദൈവം ഉണ്ടാക്കിയത്. അതായത് ഒരു കുഞ്ഞിനോട് അപ്പനും അമ്മയും കാണിക്കുന്ന വാത്സല്യത്തിന് വല്ല കയ്യും കണക്കുണ്ടോ? വാത്സല്യം സകല ജീവികളെ നോക്കിയ സിംഹം പോലും തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം. ഈ BBC ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, ഈ അനിമൽ പ്ലാനറ്റ് പോലെയുള്ള ചാനലുകളിൽ കാട്ടിലെ ഭയങ്കര ശക്തനായ സിംഹത്തിൻ്റെ മുതുകത്ത് പിള്ളേര് കയറി ചാടിക്കളിച്ച് അവരെ പിടിച്ചിട്ട് കടിക്കും. അപ്പനെ അമ്മയിട്ട് ആവശ്യം പോലെ കടിക്കുന്നു. ആ കടിക്കുന്ന കാണുമ്പോൾ അതിലെ പോകുന്ന പോത്ത് കയറി ഒരു കടി കൊടുത്താലോ വിവരം അറിയും. ഇത് മക്കളാണ്, വാത്സല്യം. ദൈവം ഈ പ്രകൃതിയിലൂടെ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന്, യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണയുണ്ട്, വാത്സല്യമുണ്ട്. കരുണ എന്നുള്ളത് എല്ലാവരോടും കാണിക്കുന്നതാണ്. എന്നാൽ മക്കളോട് കാണിക്കുന്നതാണ് വാത്സല്യം.
വാത്സല്യം എല്ലാവരോടും കാണിക്കില്ല, കരുണ. പഴയ നിയമത്തിൽ മുഴുവനും ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിച്ചു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു, കരുണ കാണിച്ചു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. വാത്സല്യം. വാത്സല്യം എന്ന് പറയുന്നത് ഒരു പിതാവ് കുഞ്ഞിന് കൊടുക്കുന്ന, ഒരമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ഒന്നാണ്. ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. അതിനുവേണ്ടിയാണ് ദൈവം വെച്ച പദ്ധതിയാണ് സ്ത്രീയുടെ സന്തതിയായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിനെ പോലെ തന്നെ അതേ നിലവാരത്തിൽ മകനും മകളുമാകാൻ കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു കോതമ്പ് മണി നിലത്ത് വീണാൽ ആ വീഴുന്ന മണി ചാകുന്നു. ചാകുമ്പോഴാണ് അത് ജനിക്കുന്നത്. അതിനകത്തൊരു ജനനമുണ്ടാകും. അത് ഉയർക്കുന്നത്, ചത്തു കഴിയുമ്പോൾ അത് ഉയർക്കുകയാണ് ഒരു ചെടിയായി. അതിനകത്ത് ധാരാളം കോതമ്പ് മണികൾ ഉണ്ടാകുകയാണ്. അതേ മണികൾ, ഒരു വ്യത്യാസവുമില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആയിരുന്ന അതേ നിലവാരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ യേശു ഒരു കോതമ്പ് മണിയായിരുന്നു. ഒരിക്കലൊരു ഭക്തൻ പറഞ്ഞു, അനന്തതയുടെ അണിയറയിൽ അതിനാൽ സൂക്ഷിക്കപ്പെട്ട കോതമ്പ് മണിയത്രേ ക്രിസ്തു. കാലത്തിൻ്റെ തികവിങ്കിൽ അവൻ ഈ പാപലോകത്തിലെ ചേറ്റ് കണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു. കാലങ്ങളുടെ അനുകൂല സാഹചര്യങ്ങളിൽ കിളിർത്തു വളർന്ന് ഗതസമനയിൽ കൊയ്യപ്പെട്ടു. പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവരി വരെ മെതിക്കപ്പെട്ടു. ദൈവക്രോധത്തിൻ്റെ തീയിൽ കിടന്ന് വെന്തെരിഞ്ഞ് എനിക്കും നിനക്കും വേണ്ടി ജീവൻ തരുവാൻ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമത്രേ ക്രിസ്തു. എത്ര വലിയ ഒരു പ്രസ്താവനയാണത്. ഒരു കോതമ്പ് മണി ജീവന്റെ അപ്പമായി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. കോതമ്പ് മണി തകർക്കപ്പെട്ടപ്പോൾ നമുക്ക് അപ്പമായി മാറി. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഇത് നിങ്ങൾ ഈ അപ്പം കഴിക്കുമ്പോൾ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നിങ്ങൾ മക്കളായി തീർന്നതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം യെശയ്യാവ് 53 വരുമ്പോൾ വായിക്കുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവം അവനെ കഷ്ടത വരുത്തി. യെശയ്യാവ് 53:10 വായിക്കുമ്പോൾ തകർത്ത് കളഞ്ഞു. ദൈവം തകർത്ത് കളഞ്ഞു. പിശാചെ നീ അല്ല, ഹേരോദാവേ നീ അല്ല, പീലാത്തോസെ നീ അല്ല, യഹൂദനെ നീ അല്ല. ദൈവം അനുവദിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു. ഇയ്യോബിന്റെ വേലി പൊളിച്ചു കൊടുത്തു. ഒരു 9 മാസം ഇയ്യോബ് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാത്രമല്ല, ചൊറിയുന്ന വർത്തമാനവുമായിട്ട് ഒരു 3 പേര് കൂട്ടുകാരും കൂടി. ചൊറിച്ചിലിനേക്കാൾ കൂടുതലാണ് ചൊറിയുന്ന വർത്തമാനം. എന്നാൽ ഇയ്യോബ് സകലത്തിൽ നിന്നും വീണ്ടും തിരിച്ചു വന്നു. ഒരല്പകാലത്തേക്ക് തള്ളിക്കളഞ്ഞത് സദാകാലത്തേക്കും ചേർക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. എത്രത്തോളം ഞാൻ നിങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം ചിതറിച്ചാലും ഭൂമിയുടെ ആറുതികളിൽ നിന്ന് നിങ്ങളുടെ അപേക്ഷ കേട്ട് വീണ്ടും ഞാൻ മടക്കി വരുത്തുമെന്ന് അബ്രഹാമിൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം മടക്കി വരുത്തുന്ന ദൈവം. പിന്മാറിപ്പോയവരുണ്ടാകും, ഇത് കേൾക്കുന്ന പലരുണ്ടാകും. എല്ലാവർക്കും കേൾക്കാമല്ലോ, പിന്മാറിപ്പോയാലും വീട്ടിലിരുന്ന് മൊബൈലിൽ കേൾക്കാമല്ലോ. ആ വ്യക്തിയോട് പറയുന്നു, നീ എത്ര പിന്മാറിപ്പോയാലും നിന്നെ കൂട്ടി വരുത്തും. നഷ്ടപ്പെട്ട പ്രതാപം മുഴുവനും നിനക്ക് തിരിച്ചു തരും. നീ തിരിച്ചു വരും. തിരിച്ചു വരാതെ നിനക്ക് രക്ഷയില്ല. നിന്റെ വീട് വിട്ട് നീ ഇറങ്ങിപ്പോയില്ലേ, നിന്റെ കുടുംബം കളഞ്ഞേച്ച് നീ പോയില്ലേ, നീ തിരിച്ചു വരും, നീ രക്ഷപ്പെടും. നിനക്ക് കർത്താവിലൂടെ അല്ലാതെ രക്ഷയില്ല, അല്ലെങ്കിൽ നീ നശിച്ചു പോകും. നരകത്തീ നിന്നെ കാത്തിരിക്കുകയാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് നിത്യജീവൻ അവൻ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട്
നിന്റെ എല്ലാ പിന്മാറ്റങ്ങളെയും അവൻ ചികിത്സിച്ച് നിന്നെ സൗഖ്യമാക്കും. പുതിയ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. നിന്റെ രട്ടഴിക്കും. നിന്റെ ചാരം മാറ്റും. ആഘോഷവും ആനന്ദവും നിന്റെ ജീവിതത്തിലുണ്ടാകും. നഷ്ടപ്പെട്ട എല്ലാ സംവത്സരങ്ങളും ദൈവം നിനക്ക് തിരിച്ചു തരും. ഇതാണ് മാനവജാതിക്ക് ദൈവം തരുന്ന സന്ദേശം. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടു. എന്തിന്? നഷ്ടപ്പെട്ട മാനവ സമൂഹത്തെ ഒന്നടങ്കം ഒരുമിച്ച് തിരിച്ചെടുക്കാൻ. ഇന്ന് ഭൂമിയിലുള്ള 800 കോടി ജനവും, യേശുവേ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങയെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് ഇന്നുള്ള 800 കോടി ജനവും ഒരേ സ്വരത്തിൽ പറഞ്ഞാൽ 800 കോടി ജനത്തിനും സ്വർഗം, മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ സ്വന്തമാണ്. അവരുടെ രക്ഷ ഉറപ്പാണ്. ഇത്രയും വലിയ ഭാഗ്യപദവി നഷ്ടപ്പെടുത്തരുത്. ഇത് വലിയ കുടുംബത്തിനുള്ളതല്ല സ്വർഗം, ചെറിയ കുടുംബത്തിനുള്ളതല്ല. ഇതാർക്കിത് വെളിപ്പെടുന്നുവോ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തി. ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത, ദൈവത്തെ അന്വേഷിക്കാൻ അറിയാത്ത എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ദൈവം ഈ മറ മാറ്റിക്കളഞ്ഞു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാനിതൊരു ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല. ഞാൻ വായിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ ഈ വായിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുകയാണ്. അത്ഭുതപ്പെടുകയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പോകണ്ട. പണ്ട് ആരോ പറഞ്ഞു കാളയുടെ പേരിൽ പോലെ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിയിലും നീ പഠിക്കണ്ട. ഈ യൂണിവേഴ്സിറ്റി അവൻ്റെ പാദപീഠം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നീ ഇരിക്കെ, നിന്റെ അത്ഭുതങ്ങൾ നീ കാണും. നിനക്ക് നൽകപ്പെട്ട ഈ ശിശു അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഒരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കട്ടെ. യെശയ്യാ 9:7 അവിടെ വായിക്കുന്നു, ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് യഹൂദന്മാരുടെ രാജാവ്. അല്ലെങ്കിൽ മത്തായി 1 പറയുന്ന അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി, രാജകീയ വംശാവലി. അടുത്തത് 2-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നതേ അങ്ങനെയാണ്. എത്ര വലിയ കാര്യം! നീ വീണ്ടും ജനിച്ചതേ റോയൽ ഫാമിലിയാണ്, രാജകീയ പുരോഹിത വർഗം. യേശുവിനെ കൈക്കൊണ്ടവർ, യേശുവിനെ വിശ്വസിക്കുന്നവർ. എത്ര വലിയ ആഘോഷമാണ്! തുള്ളിച്ചാടണം ഈ സത്യങ്ങൾ അറിയുമ്പോൾ. ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം. 2024 നീ യേശുവിന് വേണ്ടി മാത്രം ജീവിച്ചോ, നീ ഒരു അത്ഭുതമാണ്. ഞാൻ ഈ വാക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. വേദപുസ്തകത്തിലെ ഒരു വാക്യം പോലും മാറിപ്പോകില്ല. ദൈവം നിന്നോട് പറയുന്ന ഈ നിയമത്തിൽ അനുസരിക്കാൻ കഴിയാത്ത നിയമങ്ങളല്ല. പഴയ നിയമം ആർക്കും അനുസരിക്കാൻ കഴിഞ്ഞില്ല. യേശു വന്നത് അനുസരിച്ചു. യേശു നിവർത്തിച്ചതിനെ നീ വിശ്വസിച്ചാൽ മതി. നിന്റെ മാവ് കുഴക്കുന്ന കുട്ടയും തൊട്ടിയും എല്ലാം അനുഗ്രഹിക്കും. നിന്റെ മൃഗങ്ങളുടെ പേറും പിറപ്പും, നിങ്ങളുടെ മക്കളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം അനുഭവിക്കും, നന്മകൾ അനുഭവിക്കും, ഉയർച്ചകൾ അനുഭവിക്കും. അതിനുവേണ്ടിയാണ് ജീസസ് എവരിഡേ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മ നമുക്ക് ഒരുമിച്ച് ദൈവം ദാനമായി തന്നത്. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് ഒരു സന്തോഷ വാർത്തയുള്ളത്, പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ബാൻഡ് കടന്നു വരുന്നു. ഇംഗ്ലീഷിലായിരിക്കും അവരുടെ ഭൂരിഭാഗം വർഷിപ്പെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ആഫ്രിക്കക്കാരിയായ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവൾ സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. അവൾ ആലപ്പുഴ ST കോളേജിൽ പഠിക്കുകയാണ്. അവൾക്ക് മലയാളത്തിൻ്റെ ഒരു കാര്യവും അവൾക്കറിയില്ല. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു പെങ്കൊച്ച്. അവൾക്ക് ഇവിടുത്തെ ട്രാൻസ്ലേഷനും ഇല്ല, ഒന്നുമില്ല. മീറ്റിങ്ങിന് വന്ന്
ആരാധിച്ച് എല്ലാ പാട്ടും അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അവളെ എല്ലാവരേക്കാൾ ആരാധിച്ച് ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ ഈ പച്ച മലയാളം, ഈ ആഫ്രിക്കക്കാരി 3 മാസം പോലും ആയിട്ടില്ല കേരളത്തിൽ വന്നിട്ട്, ഇവൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു? അവളുടെ ആത്മാവും നമ്മുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അവളത് ആസ്വദിക്കുകയാണ്. ഭാഷയല്ല വിഷയം, ഹൃദയമാണ് വിഷയം. ആ പെൺകുട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾ കർത്താവിനെ ആരാധിക്കുന്നവളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ആരാധന നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആ മീറ്റിംഗ് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷനാണ്. ഇന്ന് യേശുവിൻ്റെ ജനനത്തെ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? കടന്നു വരണം. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഒരു വർഷിപ്പാണ്. ഏറ്റവും ഒടുവിൽ 1.5 മണിക്കൂർ ഞാൻ നിങ്ങളോട് ദൈവവചനം പറയും. ആ മ്യൂസിക് വർഷിപ്പ് ടീമിൻ്റെ യേശുവിനെ ആ ചെറുപ്പക്കാർ ആരാധിക്കുമ്പോൾ അവരോട് ഒരുമിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് പാപത്തിൽ ജീവിക്കേണ്ട ചെറുപ്പക്കാർ അതെല്ലാം മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി ഇൻസ്ട്രുമെൻറ്റുകളും പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ നമ്മോടൊപ്പം ആ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം വെച്ച് പാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിന് കൂടുതൽ മഹത്വമുണ്ടാകും. നിങ്ങളെ ക്ഷണിക്കുന്നു. രാവിലെ 10:30 പ്രാർത്ഥന, ആ വർഷിപ്പ് മീറ്റിംഗ് ആരംഭിക്കും. 12-1 മണിക്കുള്ളിൽ സമാപിക്കും. കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്കാണ്. സൂമിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം, അല്ലാത്തവർക്ക് യൂട്യൂബിൽ ലൈവായും കാണാം. ഈ മീഡിയ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനായി നന്ദി. 10,000 മടങ്ങ് നന്മകൾ യേശു നിങ്ങൾക്ക് തരും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.